ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഓലൻ ഒന്ന് കണ്ടു നോക്കൂ. ഓണം സ്പെഷ്യൽ ഓലന്. ഇത് കുമ്പളങ്ങ, മൂക്കാത്ത കുമ്പളങ്ങ ഇതേ രീതിയിൽ മുറിച്ചെടുത്തത്. പിന്നെ ചെറിയ കഷ്ണം ചേനക്ക് പകരം നമുക്ക് നല്ല ചേമ്പ് കിട്ടുമെങ്കിൽ ഒരു ചെറിയ കഷ്ണം എടുക്കാവുന്നതാണ്. ഒരു നേന്ത്രക്കായ, വള്ളിപ്പയർ, പപ്പായൻ്റെ കുമ്പളങ്ങയാണ് കൂടുതൽ വേണ്ടത്, ബാക്കിയെല്ലാം ചെറിയ അളവിൽ മതി. ഇത് 1/4 വേവായ വൻപയറാണ്. ഒരു വിസിലടുപ്പിച്ചിന് കുതിർത്ത് വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചതാണ്. ഇനി നമുക്കതിലേക്ക് പപ്പായ, രണ്ടാം പാലാണ്, ഒരു ഗ്ലാസ് രണ്ടാം പാല്, ഉപ്പ്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് ഞാൻ അടുപ്പത്ത് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതീയിൽ വേവിച്ചെടുക്കുക. തിളക്കുമ്പോൾ ഈ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം മാത്രം മതി. ആ ഒരു ഗ്ലാസ് രണ്ടാം പാൽ ഒഴിച്ച് അത് മാത്രം മതി. ഓലം തിളച്ച് വേണ്ട, തിളക്കുമ്പോഴേക്ക് തന്നെ കുമ്പളങ്ങയുടെ വെള്ളമെല്ലാം അങ്ങ് ഇറങ്ങിയിട്ട്. പക്ഷേ ഈ ഓലം മൺചട്ടിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് രണ്ടാം പാലോ പച്ചവെള്ളം ഒഴിക്കണം. കുക്കറിലാണെങ്കിൽ ഇതൊരു ഗ്ലാസ് ഒഴിച്ച് 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഓണം സ്പെഷ്യലായതുകൊണ്ട് ഞാനൊരു ക്യാരറ്റ് ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു കളറെല്ലാം വേണ്ടേ. അതിൻ്റെ കൂടെ ക്യാരറ്റിന് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഓലം നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇളക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ട് ഉപ്പ് കുറച്ച് ഇട്ടിട്ടില്ല. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. വെന്ത ഓലിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൂട്ടാം. കുറച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് നല്ല കട്ടിയാവും. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഇത്രയും മതി. ഓല റെഡിയായി. വേണേൽ കുറച്ച് കറിവേപ്പില കൂടി ഇടാം. അടുപ്പിന്ന് വാങ്ങി വെക്കാം പുറത്തേക്ക്. ഓണസദ്യയുടെ ഓലൻ ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുന്നു.